കർത്താവ് സന്ധ്യയിൽ വരുവാൻ തക്കോണം ഈ ഒരു സാറ്റർഡേയും കൂടെ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങൾ നങ്കയുടെ വചനത്തിൽ നിന്ന് പഠിക്കുന്ന വിലയേറിയ പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആക്കി മാറി തീർക്കണേ. താങ്ക് യു ലോർഡ് ജീസസ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ കർത്താവിനോട് ചോദിക്കുമായിരുന്നു, എന്താ കർത്താവെ ഇന്ന് ഞാൻ സംസാരിക്കണമെന്ന്. 2 വാക്യങ്ങൾ എന്റെ ശ്രദ്ധയിൽ വന്നു. അത് ഞാൻ വായിക്കാം. ഒന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നും 1 യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലോട്ട് കർത്താവ് തന്ന വാക്യം യോഹന്നാൻ 16:33. These things I have spoken to you, so that in me you may have peace. In this world you have tribulation, but take courage, I have overcome the world. അതിന്റെ അടുത്ത വേഴ്സ് 1 യോഹന്നാൻ 5:4. So whatever is born of God overcomes the world, and this is the victory that has overcome the world, our faith. 2 കാര്യങ്ങളാ. അതായത് ഒന്ന്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് 1 യോഹന്നാനിൽ പറയുമ്പോൾ ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. 2 വാക്യം വളരെ 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 സ്ട്രോങ് ആയിട്ട് എന്റെ മനസ്സിലോട്ട് ദൈവം തരുമായിരുന്നു. തിരിച്ച് നമുക്ക് ആദ്യം തൊട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. യോഹന്നാൻ 16 ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ച യോഹന്നാൻ 16 എടുക്കുമ്പം എന്തുവാ 2-3 സ്ഥലത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദീസ് തിങ്സ് ദാറ്റ് ഐ സ്പോക്കൺ ടു യു. ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ, അപ്പൊ എന്ത് കാര്യങ്ങളാ കർത്താവ് പറഞ്ഞേ? അതാ ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അത് 15 തൊട്ട് കർത്താവ് ഒത്തിരി കാര്യങ്ങൾ പറയാം. 15 അധ്യായം തൊട്ട് 15 അധ്യായത്തിന്റെ 11 എടുക്കാം. ആദ്യം 15:11. അവിടെയും അതേ കാര്യം പറയുക, ദീസ് തിങ്സ് ഐ സ്പോക്കൺ ടു യു സോ ദാറ്റ് മൈ ജോയ് മേ ബി ഇൻ യു ആൻഡ് യുവർ ജോയ് മേ ബി ഫുൾ. 15:11 വായിക്കാം. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കർത്താവ് പറയാം, ഞാൻ ഇത്രയും ഈ പറഞ്ഞ കാര്യമല്ല എന്തിനാ നിങ്ങളോട് സംസാരിച്ചത്. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. നമുക്ക് എപ്പോഴും ഇല്ലാത്ത കാര്യം എന്തോ? സന്തോഷമാണ്. നമ്മളെപ്പോഴും വിഷമിക്കുക, നമ്മൾ ആങ്ഷ്യസ് ആവുക, നമ്മൾ കഷ്ടപ്പെടുകയോ എന്താവും ചിന്തിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പറയുക, ഞാൻ എന്തിനാ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്? ഇത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളുടെ സന്തോഷം എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. അപ്പം 15 അധ്യായത്തിൽ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു, എന്തൊക്കെയാ കർത്താവ് ഈ 2-3 അധ്യായത്തിൽ പറഞ്ഞേ. ദീസ് തിങ്സ് ഐ ഹാവ് സ്പോക്കൺ ടു യു എന്ന് പറഞ്ഞതിനകത്ത് ഫൈനലി കർത്താവ് പറയുന്നത് കഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടായി ഇതെല്ലാം പറയുന്നേ. അപ്പം ആദ്യം കർത്താവ് പറഞ്ഞ ദീസ് തിങ്സ് എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണ് പറഞ്ഞേ? ഇപ്പൊ 15:1 തൊട്ട് 11 വരെ എടുത്താൽ ഒറ്റ ഒരു തീം അതിനകത്തുള്ളത്. ആ തീം എന്തെന്ന് അറിയാമോ? വേഴ്സ് 4, 4-ാമത്തെ വാക്യം, എബൈഡ് ഇൻ മീ. അപ്പം സന്തോഷം, കർത്താവിന്റെ സന്തോഷം എന്നിൽ വരണമെങ്കിൽ, എന്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ കർത്താവ് ഒരു കാര്യം അവിടെ തീമായിട്ട് പറയുന്ന 4-ാമത്തെ വാക്യം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പൊ കർത്താവ് നമ്മളിൽ വസിക്കണമെങ്കിൽ, വസിക്കുക എന്ന് പറഞ്ഞാൽ ഡ്വെൽ എന്ന ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവ് നമ്മളിൽ വസിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ, വസിക്കുക എന്ന് പറഞ്ഞാൽ, ഡ്വെൽ എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് ആയിട്ട് താമസിക്കുന്ന കാര്യമാണ്. അപ്പൊ കർത്താവിന്റെ ആ ഫുൾനെസ്സിൽ നമുക്കറിയാം, നമ്മൾ യേശു കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിക്കും, നമ്മളെ സീൽ ചെയ്യും. പക്ഷെ ആ ഫുൾനെസ് നമുക്ക് അറിയണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യണം, നമ്മൾ കർത്താവിൽ അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു. അപ്പം അതിനകത്തൊരു സ്റ്റെപ്പ് ഉണ്ട്, എബൈഡ് ഇൻ മീ. അപ്പൊ ആ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ്. എബൈഡ് ഇൻ മീ, എന്നിൽ വസിപ്പിൻ. സോ വസിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സമയം ഞാൻ പറഞ്ഞല്ലോ, പെർമനന്റ് ആയിട്ട് ഒരിടത്ത് പോയിരിക്കും താമസിക്കുന്നതിനാണ് ഡ്വെൽ എന്ന് പറയുന്നത്. കർത്താവ് പറയും എബൈഡ് ഇൻ മീ, എബൈഡ് ഇൻ മീ. നമ്മൾ അത് ഫുൾ നമ്മൾ തന്നെ വായിച്ചാൽ മതി. ഞാൻ ഫ്യൂ കാര്യങ്ങൾ ഗൈഡ് ലൈൻ പോലെ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എബൈഡ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുക, ദീസ് തിങ്സ് ഐ ഹാവ്. ഇതാ എന്തിനാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ പാരഗ്രാഫിന്റെ അവസാനം അങ്ങനെ ഇംഗ്ലീഷിൽ പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതിന്റെ അവസാനമാ, എന്റെ സന്തോഷം നിങ്ങളിൽ വരുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ കർത്താവിൽ വസിക്കണം. ഇനി അടുത്ത പാരഗ്രാഫിൽ, അതായത് അപ്പൊ ഈ
നമ്മൾ 16:33 ആദ്യം വായിച്ചു, അതൊന്നുകൂടെ വായിക്കാം. 16:33 അതാണല്ലോ നമ്മുടെ താക്കോൽ വാക്യം. 16:33 വായിക്കുക, ലാസ്റ്റ് വാക്യം 16. എന്നിൽ സമാധാനം നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവ് ലോകത്തെ ജയിച്ചു 100%. കർത്താവ് പറയുക, നിങ്ങളും ലോകത്തെ ജയിക്കും, കാരണം ഞാൻ ലോകത്തെ ജയിച്ചു. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാണെങ്കിൽ ആ കർത്താവ് നമ്മളിൽ വസിക്കുകയും നമ്മൾ കർത്താവിൽ വസിക്കുകയും ചെയ്യുന്ന അനുഭവം വന്നാലേ പറ്റുള്ളൂ. എങ്ങനെയാ കർത്താവിൽ വസിക്കുന്നത്? കർത്താവിൽ വസിക്കുന്നത് കർത്താവ് പറയുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കുക. അതാണ് നമ്മൾ അവസാനം വായിച്ച വാക്യം. അത് നമുക്ക് ഒന്നുകൂടെ എന്തോ കർത്താവ് വായിച്ചെന്ന് പിന്നെ നമുക്ക് പറഞ്ഞത് നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. അതായത് 1 യോഹന്നാൻ 5:4 നിങ്ങൾ ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. കർത്താവിനെ വിശ്വസിക്കാതെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. കർത്താവിനെ വിശ്വസിച്ചാൽ മാത്രം. എന്തുവാ കർത്താവിനെ വിശ്വസിക്കാൻ എപ്പോഴും എന്നെ തന്നെ ഓർപ്പിക്കുന്ന വാക്യാണ്. കർത്താവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് ആരെന്ന് മനസ്സിലാക്കുക. അതായത് കർത്താവ് ഒരിക്കലും തിന്മ നമുക്ക് ചെയ്യാത്ത കർത്താവ്, നമുക്ക് നന്മ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ എന്താ നമ്മുടെ മുമ്പിൽ തിന്മ വരുന്നത്? ഒരു തിന്മ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന കാര്യം വരുമ്പോഴ് അത് സത്യമല്ല. ഞാനത് ആ വാക്യം പിന്നെ വരുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ കാണുന്ന സത്യമല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ്. ഗോഡ് ഇസ് ഗുഡ്. നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കൊണ്ടുവരുക. ഞാൻ ഇന്നലെ ചിന്തിക്കുമായിരുന്നു, എൻ്റെ മകളുടെ പ്രസവത്തിന്റെ കാലാവധി മുഴുവൻ, മകന്റെ ഭാര്യയുടെ മുഴുവൻ ഗർഭവും പ്രയാസങ്ങൾ നിറഞ്ഞായിരുന്നു. ഡെലിവറി ആയിട്ടില്ല. പല പ്രാവശ്യം. പക്ഷെ ആക്ച്വലി ആ പല പ്രാവശ്യവും വന്ന പ്രയാസങ്ങള് ഓരോരോ തീരുമാനങ്ങളുടെ ഇങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു, അങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനെ തീരുമാനിച്ചു. അപ്പം ദൈവത്തിന്റെ തീരുമാനങ്ങൾ നടക്കാനായിട്ട്, ദൈവം എന്തൊക്കെ ആഗ്രഹിച്ചോ അത് നടക്കാനായിട്ട് ദൈവം ആ കാര്യങ്ങൾ അനുവദിക്കുന്നത്. അപ്പൊ ദൈവം അനുവദിക്കുന്ന കാര്യങ്ങൾ അതൊരു കഷ്ടമല്ല, അത് ഏറ്റവും നന്മയാ. പക്ഷെ അത് വിശ്വാസത്തിന്റെ കണ്ണുകളോട് മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ദൈവം നമ്മൾ തന്നെ ആലോചിക്കുക. നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരിയോടോ സഹോദരനോട് സംസാരിക്കുക, അവര് നമ്മളെ വിശ്വസിക്കാതെ അവരെപ്പോഴും അവരുടെ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര സങ്കടമായിരിക്കും നമുക്കല്ലേ? എത്ര നമ്മളോട് സംസാരിക്കാൻ പറ്റും പിന്നെ അവർക്ക്? കർത്താവ് നമ്മളോട് പിന്നെയും കർത്താവിന്റെ മനസ്സിലുള്ള കാര്യങ്ങള്, ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നമുക്കിപ്പോ എഴുതി വെച്ച് തന്നിരിക്കും. ഈ യോഹന്നാൻ 15, 16, 17 ആക്ച്വലി അന്ന് ഡിസൈപ്പിൾസിനോട് കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ നമുക്കത് എഴുതി വെച്ച് തന്നിരിക്കും, നമ്മളത് വായിച്ച് വിശ്വസിക്കാൻ വേണ്ടി. പക്ഷെ നമ്മളത് വിശ്വസിക്കാതെ പിന്നെ നമ്മൾ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവിന്റെ മുഖത്ത് നോക്കുന്നതിന് പകരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ കർത്താവിന് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? കർത്താവിന് വിശ്വാസം കൊണ്ട് മാത്രമേ ചെയ്യൂ. കർത്താവെ, അതുകൊണ്ട് എങ്ങനെ പ്രാക്ടിക്കൽ ആക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കഷ്ടമുണ്ടെങ്കിൽ കഷ്ടം വരുന്നുണ്ടേ, ഓ വാവ്, ഈ കഷ്ടം എന്റെ ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പ് കാണിക്കാനായിട്ടുള്ളത്. നിങ്ങൾ ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനോട് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, റിട്രോസ്പെക്റ്റീവ് ആയിട്ട് നോക്കിയാൽ എല്ലാം നന്മയായിരുന്നു. അങ്ങനെ നമ്മൾ പറയുന്നതിന് പകരം ആ കഷ്ടം വരുമ്പോഴേ കർത്താവ് ഇത് നന്മയ്ക്കായിട്ടാ, 100% നന്മയ്ക്കായിട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ക്ലോസ് ആയിട്ട് അറിയുന്നവരോട് പറയുമായിരുന്നു, ഞാൻ എന്റെ ഒരു ചെറിയൊരു കഷ്ടം കുറെ വർഷങ്ങൾ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മെയിനായിട്ട് ഒരു പരീക്ഷയ്ക്ക് തോറ്റു. ആ പരീക്ഷയ്ക്ക് തോറ്റത് കൊണ്ട് ഞങ്ങളുടെ താമസം തന്നെ പല കാര്യങ്ങളാൽ, അത്രയും പറയേണ്ട ആവശ്യമില്ല, പല കാര്യങ്ങളാൽ ഞങ്ങളുടെ താമസം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരോട്ട് മാറ്റേണ്ടി വന്നു. അപ്പൊ തൃശ്ശൂരോട്ട് മാറ്റിയപ്പം അവിടെ ഒരു വർഷം ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾ നടന്നു. അതിനകത്ത് അവിടെ വെച്ച് അന്ന് ഞങ്ങൾ ഇന്ററാക്ട് ചെയ്ത ഒരു സഹോദരിയെ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. പുള്ളിക്കാരി പറയുമായിരുന്നു, ചേച്ചിയോട് ഉണ്ടായിരുന്നപ്പം പഠിപ്പിച്ച ഒരു പാട്ട്. അപ്പൊ എനിക്ക് ചിരി വന്നു, കാരണം എനിക്ക് പാട്ടേ പഠിപ്പിക്കാൻ അറിഞ്ഞൂടെ, പാട്ട് തനിയെ ലീഡ് ചെയ്യാൻ പോലും അറിയാത്ത ആളാ. എന്നിട്ട് പറയുക, അന്ന് ചേച്ചി പഠിപ്പിച്ച ആ പാട്ട് എനിക്കത് വളരെ ധൈര്യം തന്നു. ആ പാട്ട് ഞാൻ പലരെയും പഠിപ്പിച്ചു. എന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രയാസം ഉണ്ടായ സമയത്ത്
എനിക്ക് ആ പാട്ട് എന്നെ എൻകറേജ് ചെയ്തു. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാൻ അന്ന് ആ പരീക്ഷയ്ക്ക് തോറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരോട്ട് മാറത്തേ ഇല്ലായിരുന്നു. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട് പറയാനായിട്ട്. കാരണം ആ പരീക്ഷയ്ക്ക് തോറ്റു, മെയിനായിട്ട് പരീക്ഷയ്ക്ക് തോറ്റ സമയത്ത് ഞാൻ ധൈര്യമായിട്ട്, എനിക്ക് വളരെ സന്തോഷമുണ്ട് പറയാനായിട്ട്. അത് ഞാൻ പറഞ്ഞു, കർത്താവെ ഇത് നന്മയ്ക്കായിട്ടാ. വളരെ നാണക്കേടാ ലോകത്തിന്റെ മുഖത്ത് നോക്കിയാൽ. പക്ഷെ കർത്താവ് പറഞ്ഞത് റോമർ 8:28 അല്ലേ. ഇന്നും ഞാൻ ചിന്തിക്കും ആ പാട്ടിന്റെ വാക്കുകൾ ഞാനൊന്ന് പറയാം. ഒരു പഴയ പാട്ടാ. കീപ് മീ ട്രൂ ലോർഡ് ജീസസ്, കീപ് മീ ട്രൂ. Keep me true, Lord Jesus, keep me true. There's a race that I must run. There are victories to be won. Keep me true, Lord Jesus, keep me true. അത് ഞാൻ ഇപ്പോഴും ഓർക്കുക. ആക്ച്വലി ഇപ്പോഴും എന്നോട് പബ്ലിക്കിൽ പോയി അത് പാടാൻ പറഞ്ഞാൽ എനിക്കത് പാടാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള കഴിവില്ല. ഞാൻ എങ്ങനെ അതൊന്ന് പഠിപ്പിച്ചു എന്ന് എനിക്കറിയില്ല. കാരണം അത് കർത്താവ് എന്റെ ജീവിതത്തിൽ ട്രൂ ആക്കി തന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതെനിക്ക് അതിന് വലിയൊരു ഈണം ഇല്ലെങ്കിലും കൂടെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. അതായത്, ദൈവമേ, എനിക്കൊരു ഓട്ടം ഓടാനുണ്ട്, എനിക്ക് ഒത്തിരി വിക്ടറീസ് വിൻ ചെയ്യാനുണ്ട്. എന്നെ ദൈവമേ സത്യസന്ധതയോടെ അങ്ങേ ഫോളോ ചെയ്യാനായിട്ട്, എന്നെ അങ്ങേ പിൻപറ്റുവാനായിട്ട് കീപ് മീ ട്രൂ, എന്നെ അങ്ങനെ ആക്കണേന്ന് ആ പാട്ടിന്റെ അർത്ഥം. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഡെയിലി വരും. ആ കഷ്ടങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുമോ? കർത്താവ് പറയുക, ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. സ്പോക്കൺ ടു യു ബിക്കോസ് ഇൻ ദ വേൾഡ് യു ഹാവ് ട്രിബുലേഷൻ, ബട്ട് ടേക്ക് കറേജ്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. അത് മാത്രമേ ഉള്ളായിരുന്നു ഈ ബൈബിളിലെ വാക്യെങ്കിൽ ഞങ്ങൾ നമ്മൾ വിഷമിച്ചേനെ. കാരണം എന്തുവാ, കർത്താവിന് ഓവർകം ചെയ്യാൻ പറ്റും. കർത്താവ് ആരാ? കർത്താവല്ലേ. കർത്താവ് എന്തൊക്കെയാണെങ്കിലും കർത്താവ്. അപ്പൊ കർത്താവ്, പക്ഷേ നമുക്കോ? അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാൻ 5 പറഞ്ഞിരിക്കുന്നത്, ലോകത്തെ ജയിച്ച വിജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പം ആക്ച്വലി എന്ത് എളുപ്പമാണെന്നറിയോ കാര്യങ്ങള്. കാരണം നമ്മളെ എല്ലാ സമയവും ഗൈഡ് ചെയ്യാനും എല്ലാ സമയവും ലീഡ് ചെയ്യാനും നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാനും വലിയവനായിട്ടുള്ള ദൈവം, ത്രിയേക ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ത്രിയേക ദൈവം. നമ്മൾ ഒരു തെറ്റ് ചെയ്ത് കഴിയുന്നുണ്ടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ പിതാവായ ദൈവത്തോട് പറയുമ്പോൾ കർത്താവ് പറയും, അയ്യോ, ഞാൻ ആ തെറ്റിനും കൂടെ വേണ്ടിയാണ് ഞാൻ മരിച്ചത്. എന്റെ പ്രിയ മകൾ ബീനായെ ക്ഷമിക്കണം. അഡ്വക്കേറ്റ് ഫാദർ ഗോഡിനോട് പറയുക. ഹെൽപ്പർ എന്തോ ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യുന്നത്, ഒരു തെറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു പ്രയാസം ചെയ്യും, ഒരു ആവശ്യം വരുമ്പോൾ ഉടനെ വചനം ഓർപ്പിച്ചു തരും. ഞാൻ കർത്താവിനോട് ചോദിക്കുമായിരുന്നു ഇന്ന് എന്താ പറയേണ്ടിയെന്ന്. ആക്ച്വലി അന്നേരം ഈ 2 വാക്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഓർപ്പിച്ചു തന്നു. അതായത് എന്തുവാ, ധൈര്യപ്പെടുവീൻ, ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസത്തെ. അപ്പൊ നമ്മളെ വചനം ഓർപ്പിക്കാനായിട്ട്, നമ്മളെ കൗൺസിൽ ചെയ്യാനായിട്ട്, നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ട്. പിതാവായ ദൈവമോ നമ്മുടെ എല്ലാ ലൂക്കോസ് 12 പറയുന്ന, യുവർ ഫാദർ നോസ്, നിന്റെ പിതാവിന് അറിയാം നിന്റെ ആവശ്യങ്ങള്. നാളത്തെ ആവശ്യം എന്തുവാ, ഇന്നത്തെ ആവശ്യം എന്തുവാ, അടുത്ത നിമിഷത്തിലെ ആവശ്യം എന്തുവാ, 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ആവശ്യം എന്തുവാ, ഇതെല്ലാം എനിക്കറിയാം. ഫാദർ ഗോഡിന് അറിയാം, പിതാവായ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ത്രിയേക ദൈവം തന്റെ സകല ദൂതസംഘ ഗണവുമായിട്ട് ചേർന്ന് നമ്മളെ ഈ ലോകത്തിൽ വെച്ച് നടത്താനും സംരക്ഷിക്കാനും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാനും കാത്തിരിക്കുക. ഞാൻ തിരിച്ച് 16 വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ദീസ് തിങ്സ്, ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു പറയുമ്പം ആദ്യത്തെ കാര്യം, ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ഈ 15-ലെയും 16-ലെയും ഉള്ള മെയിൻ തീംസ് മാത്രം പറയുക. 15-ന്റെ 4 ഞാൻ പറഞ്ഞു, എന്നിൽ വസിപ്പിൻ. നമ്മൾ കർത്താവിൽ വസിക്കണം. നമ്മൾ വേറെ എങ്ങും പോയി വസിക്കരുത്. കർത്താവിൽ വസിക്കണമെങ്കിൽ ഇപ്പൊ എങ്ങനെയാ വസിക്കുന്നത്? കർത്താവിന്റെ വചനത്തിൽ വസിക്കണം. കർത്താവിന്റെ വചനം നമ്മുടെ ആഹാരമായി തീരണം, നമ്മുടെ പാനീയമായി തീരണം. എന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. ഇനിയും പിന്നെ വേറെന്തുവാ പറഞ്ഞിരിക്കുന്നത്? ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ 17-ാം വാക്യം, 15-17, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇതൊരു വലിയൊരു കൽപ്പനയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാകണമെങ്കിൽ ഈ 2-3 കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഒന്ന്, കർത്താവിൽ വസിക്കണം. 2, തമ്മിൽ സ്നേഹിക്കണം. ജെനുവിനായിട്ടുള്ള സ്നേഹം എന്തുവാ? മറ്റുള്ളവരുടെ ഉന്നതി ആഗ്രഹിക്കുന്നത്. ചിലപ്പം നമ്മളെ ഇടപെടുമ്പോൾ വേറൊരാൾ അവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടി ഒരു കാര്യം ചെയ്തു എന്ന് വിചാരിച്ചോ, ഉടനെ കർത്താവിന്റെ സ്നേഹം നമുക്കുണ്ടെങ്കിൽ എന്താ നമ്മൾ വിചാരിക്കുന്നത്? അയ്യോ, അത് അങ്ങനെ നടക്കട്ടെ, എനിക്ക് വേണ്ടതൊന്നും ഒരു കുറവും വരത്തില്ല. അവരുടെ അഡ്വാൻറ്റേജ് ചിലപ്പോൾ ഒരു ഡ്യൂട്ടി മാറ്റി, ഞാൻ പ്രാക്ടിക്കൽ ടേംസ് ഒരു ഡ്യൂട്ടി മാറ്റി എടുക്കുന്നതായിരിക്കും.
അല്ലെങ്കിൽ ഏറ്റവും നല്ല 2-3 കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വേറൊരാൾ എടുക്കുന്നതായിരിക്കും. പക്ഷെ മറ്റേത് നമുക്ക് കിട്ടുകയുള്ളായിരിക്കും. ഇതൊക്കെ ഒരു കാര്യത്തിലും ആർക്കും നമ്മളെ മുതലെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും അതൊക്കെയല്ലേ പ്രയാസം. എന്നെ അവർ മുതലെടുത്ത് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കാർപ്പറ്റിന്റെ അടിയിലിട്ട് ചവിട്ടുക. അങ്ങനെ ഒന്നും ദൈവമക്കളുടെ കാര്യത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ കർത്താവ് ഇൻ കൺട്രോൾ. അങ്ങനെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ, ധൈര്യത്തോടെ നമ്മുടെ നമ്മുടെ എല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ആരും നമ്മളെ അഡ്വാൻറ്റേജ് എന്ത് ചെയ്താലും നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ടിയത് കർത്താവ് ചെയ്യും. കർത്താവ് ചെയ്യുമ്പോൾ അത് കുറവായിട്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. നമ്മളെ നിറയ്ക്കുന്ന രീതിയിലേ കർത്താവ് ചെയ്യുള്ളൂ. അപ്പൊ എന്ത് പറ്റും? നമുക്ക് ആരെന്ത് ചെയ്താലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. എന്നുവെച്ചാൽ ദൈവത്തിന്റെ അഗപ്പേ ലവിന്റെ കാര്യം അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 16 അധ്യായം 16 അധ്യായത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ഒന്നാമത്തെ വേഴ്സ്, ദീസ് തിങ്സ് ഐ സ്പോക്കൺ ടു യു സോ ദാറ്റ് യു മേ ബി കെപ്റ്റ് ഫ്രം സ്റ്റംബ്ലിംഗ്. മലയാളത്തിൽ അതിങ്ങനെയാ, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തിനായി പറഞ്ഞത്? അതായത് എന്നിൽ വസിപ്പിൻ എന്നുള്ളൊരു തീം, അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളൊരു തീം, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുക. കാരണം നമുക്ക് സ്റ്റംബിൾ ചെയ്യാൻ, ഇടറിപ്പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ ലോകത്തില്. നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കും, നമ്മൾ ദുഃഖിതരായി. ഇതിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് കർത്താവ് പറയുക, ദാറ്റ് യു മേ ബി കെപ്റ്റ് ഫ്രം സ്റ്റംബ്ലിംഗ്. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ. എന്തൊരു വലിയ ദൈവത്തിന്റെ ഒരു പ്രോമിസ് ആണ്. ഞാൻ ചിന്തിക്കുമായിരുന്നു ഇടറിപ്പോകാതിരിക്കാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ 16 അധ്യായത്തിലെ മെയിൻ തീം എന്തോന്നറിയാമോ? കർത്താവ് പറയുക, ഡിസൈപ്പിൾസിനോട് പറയുക, ഞാൻ പോയാൽ നിങ്ങൾക്ക് കാര്യസ്ഥനെ അയക്കും. അന്ന് കാര്യസ്ഥൻ വന്നിട്ടില്ല. നമുക്കിന്ന് കാര്യസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ കർത്താവ് ഇന്ന് സംസാരിക്കണ്ടേ? കർത്താവ് ഉടനെ ഈ 2 വേഴ്സ് ഓർപ്പിച്ചു തന്നു. കാര്യസ്ഥനെ ഓർപ്പിച്ചു തന്നെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കാര്യസ്ഥൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനെ തരുന്ന കാര്യമാണ് ഇതിനകത്ത് 16 അധ്യായത്തിന്റെ ആദ്യത്തെ കാര്യത്തിൽ പറഞ്ഞത്. ഒത്തിരി കാര്യങ്ങൾ, അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അത് കഴിഞ്ഞ് 16 തൊട്ട് താഴോട്ട് വരും. 16 തൊട്ട് 22 വരുമ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ജീസസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഫോർ ടോൾഡ് എന്ന്. അതായത് യേശു കർത്താവ് മരിക്കുകയും ഉയർത്തപ്പെടുകയും ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ലോകത്തിൽ കഷ്ടമുണ്ട്. യേശു കർത്താവിന് കഷ്ടം ഇല്ലായിരുന്നോ? യേശു കർത്താവിന് ജീവിതം മുഴുവൻ ജനിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടില് ഒരു മകൾ ഡെലിവറിക്ക് റെഡിയായി വരിക. എത്ര കാര്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇതൊക്കെ റെഡിയാക്കാം, അതൊക്കെ റെഡിയാക്കാം, ആഗ്രഹിച്ച് നോക്കിയിരിക്കുക. കർത്താവ് ജനിച്ചപ്പോഴോ ഒരു ജനിക്കാനൊരു സ്ഥലമില്ലാതെ തൊഴുത്തില്ല കർത്താവ് ജനിച്ചു. അപ്പൊ കർത്താവ് ആ കഷ്ടതയിൽ കൂടി, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോകാൻ കർത്താവ് വില്ലിങ് ആയിരുന്നു. അപ്പൊ കർത്താവിന്റെ മക്കളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിന്റെ വഴിയിൽ നമ്മളെ നിർത്താൻ വേണ്ടി ചില അപ്പാരന്റ് കഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ അധൈര്യപ്പെടാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അതിനേക്കാളും വലിയൊരു കാര്യം മുമ്പിൽ വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ മരണത്തെ പറ്റിയും പുനരുത്ഥാനത്തെ പറ്റിയും അവിടെ പറയാം. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, നമ്മുടെ പാത എല്ലാ ദിവസവും ഒരു റോസാപ്പൂ പോലത്തെ മെത്തയൊന്നും അല്ല. നമുക്ക് പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് വേഴ്സ് കാണുന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് വായിച്ചപ്പോ അതായത് എന്നെ നിങ്ങൾ ലോകവുമായിട്ടുള്ള ബന്ധം, അതാണ് ലോകവുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി നേരത്തെ ചാപ്റ്ററില്ല, 15-ാം അധ്യായത്തിലെ 18-ാമത്തെ വേഴ്സിൽ തൊട്ട് പറയുന്നത്. 18-ാമത്തെ വേഴ്സ് ഒന്ന് വായിക്കാം. 15-ന്റെ-18. നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവീൻ. അതായത് ലോകം നമ്മൾ ആദ്യം പറഞ്ഞു കർത്താവിൽ വസിക്കുന്ന കാര്യം, രണ്ടാമത് പറഞ്ഞു തമ്മിൽ സ്നേഹിക്കുന്ന കാര്യം, ആ മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. മൂന്നാമത്തെ കാര്യം എന്തോ? ലോകവുമായിട്ടുള്ള ബന്ധം. ലോകം നമ്മളെ പകയ്ക്കും, ലോകത്തിന് നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ അതിനകത്തൊന്നും പരിഭവപ്പെടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങള് രണ്ട് ചെറുപ്പക്കാരോട് ഞാൻ സംസാരിക്കുമായിരുന്നു. ഒരു മോൻ പറയുമായിരുന്നു, അയ്യോ ആന്റി, എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഒക്കെ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അവർ അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവര് തെറ്റായ രീതിയിലേ പോവുള്ളൂ. അതിന് നമ്മൾ എന്തിനാ അതിശയിക്കപ്പെടുന്നത്? അവർക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വേറൊരു മകള് പറയുമായിരുന്നു, അയ്യോ എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇന്ന രീതിയിലാ പിന്നെ ഡ്രസ് ചെയ്യുന്നതും
ഓക്കെ, ഞാൻ അവരുടെ കൂടെ അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തില്ലെങ്കിൽ അവർ ആ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആക്ച്വലി ലോകം ഡിഫറെന്റാ. നമ്മൾ ലോകത്തിലുള്ളവരല്ല, നമ്മൾ കർത്താവിന്റെ മക്കളാ. കർത്താവിന്റെ മക്കൾക്ക് വേർഡ്സ് സംസാരിക്കുന്നതിനകത്തും ഡ്രസ് ചെയ്യുന്നതിനകത്തും എല്ലാത്തിനും ഒരു കർത്താവിന് യോഗ്യമായ രീതിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നമ്മൾ പോകണമെന്ന് കർത്താവ് പറയും. എന്തിനാ? ഇടറിപ്പോകാതിരിക്കാൻ, കർത്താവിന് സന്തോഷം പൂർണ്ണമാകുവാൻ. ഈ കാര്യങ്ങളാണ് കർത്താവ് അവിടെ പറയുന്നത്. ഇനി കർത്താവിന്റെ തന്നെ പിന്നെ 16 അധ്യായത്തിൽ നമ്മൾ വന്നത്. 16 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞു, കർത്താവിന്റെ ഡെത്ത് ആൻഡ് റിസറക്ഷനെ പറ്റി പറഞ്ഞു. ഇനി 16 അധ്യായത്തിൽ 23 തൊട്ട് 33 വരെയുള്ള വാക്യത്തിൽ, 33 ഞാൻ ആദ്യം വായിച്ചത്. അതിനകത്ത് മുഴുവൻ എന്റെ ബൈബിളിന്റെ ഇംഗ്ലീഷ് ബൈബിളിന്റെ മേളിൽ പ്രയർ പ്രോമിസസ് എന്നാ. എന്തൊരു ആ ഹെഡിങ് കണ്ടപ്പോ തന്നെ ഞാൻ എന്റെ ഹൃദയം ഒന്ന് തുള്ളി. അതായത് ദൈവം അതിനകത്ത് ഒരു വാക്യം മാത്രം വായിക്കുക, 24, 16:24. ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സന്തോഷം. നമ്മൾ എന്തോ പലപ്പോഴും ചോദിക്കുന്നത് ചെറിയ കാര്യങ്ങളാ. പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആനെ തന്നു കഴിഞ്ഞാൽ അതിന്റെ തുടലിനെ നമ്മൾ വാങ്ങിക്കേണ്ട ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നുവെച്ചാൽ ദൈവം തന്നെ തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു. ദൈവത്തിന്റെ പിന്നെ നമ്മൾ ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമുക്ക് എങ്ങനെയാ ചോദിക്കേണ്ടതെന്ന് അറിയത്തില്ല. അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ഒരു പ്രയാസം കാണുമ്പോൾ ആ പ്രയാസം അല്ല ചോദിക്കേണ്ടേ. കർത്താവെ, എന്നെ അങ്ങയുടെ ഹൃദയത്തിൽ നിർത്തണേ, എനിക്ക് വിശ്വാസം തരണേ, അങ്ങയുടെ മഹത്വം കാണാൻ എന്നെ സഹായിക്കണേ, എന്നെ കർത്താവിന്റെ വഴിയിൽ വിട്ടുപോകാൻ. നമ്മൾ മറ്റുള്ള മക്കൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് തീർച്ചയായിട്ടും ആ പ്രാർത്ഥന കേൾക്കത്തില്ല. കർത്താവ് പറയും, എന്നോട് ചോദിക്കും, ഞാൻ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. പക്ഷെ ഇനി ഞാൻ 1 യോഹന്നാൻ 5 വന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 5 അധ്യായം 4 വാക്യം. ചോദിച്ചാൽ തന്നിരിക്കുമെന്ന് പറയുമ്പോഴ് അപ്പൊ നമ്മുടെ സൈഡിൽ എന്താ നമുക്കിപ്പോ കിട്ടാത്ത എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അതിന്റെ ആൻസർ ആയത് 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയത്തിന്റെ കാര്യം ഇവിടെ നമുക്ക് എപ്പോഴും തോൽവിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ മുഴുവൻ സമയം കർത്താവ് പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇവിടെ പറയുക, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും എന്താ ചെയ്യുന്നത്? ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടത്. അല്ലാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. എല്ലാ വാഗ്ദത്തങ്ങളും അവിടെ ഇരിക്കും. നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുഞ്ഞിനൊരു ജോലി കിട്ടണമെന്നാണോ, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ പാസ്സാകണമെന്നാണോ? അത് പ്രാർത്ഥിക്കേണ്ട. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പറയട്ടെ, 4 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു. 3 കുഞ്ഞുങ്ങളും കൂടെ പിന്നെയും കുടുംബത്തിലോട്ട് വന്നു. ഞാൻ അവരുടെ പ്രോജക്ട്സ് അല്ലെങ്കിൽ അവരുടെ പരീക്ഷ പാസ്സാവാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ പാസ്സായി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തോന്നറിയാമോ? കർത്താവെ, ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ, ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവരുടെ ഹൃദയത്തില് അങ്ങയുടെ സന്തോഷം കൊണ്ട് നിറയ്ക്കണം, അങ്ങയുടെ വിശ്വാസം കൊണ്ട് നിറയ്ക്കണം. അങ്ങയുടെ ഹിതത്തിൽ ഈ പരീക്ഷയിൽ കൂടി അവർ തോറ്റാലും ജയിച്ചാലും ഞാൻ പറഞ്ഞില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ തോൽവി കൊണ്ടാ ദൈവത്തിന്റെ വഴിയിൽ നിന്നത്. അങ്ങയുടെ വഴിയിൽ അവർ നിൽക്കണം. എന്ത് വന്നാലും അവർ യഹോവയാൽ ഉപദേശിക്കപ്പെടണം. ഇത് മാത്രം. നമ്മൾ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കേണ്ട. ദൈവം അവരെ ഏത് രീതിയിലാക്കണം ദൈവം ആക്കിക്കോളും. അതാണ് വിശ്വാസവും പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം. കർത്താവ് പറയുക, നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിപ്പീൻ, പിതാവ് മഹത്വപ്പെടാൻ തീർച്ചയായിട്ടും ചെയ്തു തരുമെന്ന്. നമ്മൾ കർത്താവിന്റെ ഹിതത്തിൽപ്പെട്ട കാര്യം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞു. ഞാൻ ഇന്നലെ പുഷ്പഗിരി സ്റ്റുഡൻസിനോട് സംസാരിക്കുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു, കർത്താവിന്റെ കാര്യങ്ങൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എത്ര പരീക്ഷ ആയാലും ആ വിശ്വാസികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഫൈനൽ എക്സാംസ് നടക്കുക, യൂണിവേഴ്സിറ്റി എക്സാംസ് നടക്കുക, അവർ മീറ്റിങ്ങിന്റെ ഡേ അഡ്ജസ്റ്റ് ചെയ്യും സോ ദാറ്റ് അവർക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റും. അവരുണ്ടെങ്കിൽ, അവർ ഹോസ്റ്റൽസിൽ ഉണ്ടെങ്കിൽ അത്രയും ഒരു ആഗ്രഹം കർത്താവിനെ അറിഞ്ഞ ചെറിയ കുട്ടികൾ, 20, 21 വയസ്സുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പുതുതായിട്ട് കർത്താവിനെ അറിയ കർത്താവുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ജീവിതത്തിൽ വന്ന കുഞ്ഞുങ്ങൾ, വളരെ സന്തോഷം തോന്നി. നമ്മൾ ഇത്രയും അതിനെക്കാട്ടും ഒത്തിരി പ്രായമുള്ളവരായിരിക്കുമല്ലോ എന്നെ കൂടുതൽ കേൾക്കുന്നവര്. കർത്താവിന്റെ കൂടെ ഇരിക്കാൻ കൊതിയായിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ടോ? കർത്താവ് തീർച്ചയായിട്ടും ചെയ്തു തരും. ഞാൻ എന്റെ ഒരു പേഴ്സണൽ ടെസ്റ്റിമണി കൂടെ പറഞ്ഞിട്ട് അവസാനിക്കാം. ഞാനൊരു 2-3 ആഴ്ച മുമ്പ് ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവ്, എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ എനിക്ക് കുറച്ച് സമയം തരണേ കർത്താവിന്റെ കൂടെ ഇരിക്കാൻ. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ചെയ്ത കാര്യങ്ങൾ വളരെ വിചിത്രമാ. എനിക്ക് എന്റെ ഒരു
ഞങ്ങളൊരു റിലേറ്റീവ്സ് ചേർന്ന ഒരു ഫംഗ്ഷൻ ഇന്നലെ 15-ാം തീയതി വെച്ചിരുന്നു, ഒരു പ്രോഗ്രാം. അപ്പൊ ഞാൻ അതിനു വേണ്ടി ലീവ് എടുത്തു വെച്ചു 15-ാം തീയതി, കാരണം ഒരു ഇമ്പോർട്ടന്റ് കാര്യമായിരുന്നു. ഫൈനലി ആ പ്രോഗ്രാം ക്യാൻസലായി. ആയതുകൊണ്ട് എന്ത് പറ്റി, എനിക്ക് ഹോൾ ഡേ കർത്താവിന്റെ കൂടെ വീട്ടിൽ വെച്ചിരിക്കാം. അങ്ങനെ ഒരു കാര്യം വന്നില്ലായിരുന്നെങ്കിൽ ആക്ച്വലി എനിക്കത് കിട്ടത്തില്ല. കർത്താവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നു. കർത്താവിന്റെ കൂടെ നമ്മൾ അപ്പോഴാണ് ഈ കർത്താവിന്റെ, ഞാൻ ചിന്തിക്കുമായിരുന്നില്ല, കുറെ നേരം കർത്താവിന്റെ വചനം വായിക്കാൻ പറ്റി. എന്റെ ഹൃദയം ഞാൻ വായിച്ച വചനം അനേകർക്ക് പറഞ്ഞു കൊടുക്കാനിടയായി. ഞാൻ ഇന്നലെ ചിന്തിക്കുമായിരുന്നു, മീറ്റിങ്ങിന് പോയി സ്റ്റുഡൻസിനോട് ഞാൻ വായിച്ച ഹബക്കൂക്കാ ഞാൻ വായിച്ചത്, അത് പറഞ്ഞു കൊടുത്ത് അവർ വളരെ എൻകറേജ്ഡ് ആയി. ഹബക്കൂക്കിന്റെ അവസാനം പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒന്നുമില്ലെങ്കിലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും. കർത്താവിൽ സന്തോഷിക്കുന്നത് എല്ലാം കിട്ടുമ്പോഴല്ല, ഒന്നുമില്ലെങ്കിലും പ്രവാചകൻ ഫൈനലി കർത്താവിനെ മനസ്സിലായി. പ്രവാചകൻ കർത്താവ് ആരാ, അത് വചനം കർത്താവിനെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്. അല്ലെങ്കിൽ കർത്താവ് ആദ്യം ഫുൾ കംപ്ലൈൻസും ചോദ്യങ്ങളും ആയിരുന്നു ഹബക്കൂക്ക് 1-ാം അധ്യായത്തില്. 2-ാം അധ്യായത്തില് ഹബക്കൂക്ക് തീരുമാനിച്ചു, ഞാൻ ഒരു കാര്യം ചെയ്യാം, കർത്താവിന്റെ അടുത്ത് വന്നിരുന്നു കർത്താവ് എന്താ പറയുന്നത് ഒന്ന് കേൾക്കാം. 3-ാം അധ്യായം ആയപ്പോഴത്തേക്ക് ഹബക്കൂക്കിന് തന്റെ പ്രശ്നത്തിന് സൊല്യൂഷനും വേണ്ട, ഒന്നും വേണ്ട. കർത്താവ് ഹബക്കൂക്ക് പറയാം, എനിക്ക് ഒന്നും ഇല്ലെങ്കിലും ഞാൻ സന്തോഷിക്കും. അപ്പം ദൈവത്തിന്റെ സന്ധിയിൽ ഇരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും ചെയ്തു തരും. ഒന്നുകൂടെ ഞാൻ ആദ്യം പറഞ്ഞിട്ട് നിർത്തട്ടെ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ഔട്ട്ലൈൻ വചനങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ആർക്കെങ്കിലും പ്രാർത്ഥിച്ച് അതിനെ അവസാനിപ്പിക്കാം. കർത്താവേ, ഞങ്ങളൊരു പ്രാവശ്യം കൂടെ അങ്ങയുടെ ഭാഗത്ത് വന്ന് ഞങ്ങളുടെ വചനം കേൾക്കാൻ സമയത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഇത്രയും നല്ലവനാണ് കർത്താവേ. ഞങ്ങളുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് സ്തോത്രം കർത്താവേ. ഈ ലോകത്തിലെ കഷ്ടം കൊണ്ട് ധൈര്യപ്പെടുകയും ലോകത്തെ ജയിച്ച കർത്താവ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ ഞങ്ങളെ അനുവദിച്ചുകൊണ്ട് സ്തോത്രം കർത്താവേ. ഞങ്ങൾ പലപ്പോഴും കർത്താവെ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ആകുലപ്പെടുകയും കർത്താവെ വിശ്വാസക്കുറവൊക്കെ ഞങ്ങളുടെ ഭാഗത്തുണ്ടെന്ന് സമ്മതിക്കുന്നു കർത്താവെ. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വന്നുകൂടി എല്ലാ പ്രിയപ്പെട്ട സ്തോത്രം. എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കും. കേൾക്കുന്നവർക്കും അത് പ്രയോജനപ്പെടുവാനിടയാക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കേൾക്കുന്നവരായിട്ടല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മാമിക്ക് വചനം കൊടുത്തതിനായ സ്തോത്രം. ഇത്രയും പേരെ കൂട്ടിക്കൊണ്ടുവന്നതുകൊണ്ട് സ്തോത്രം. ഇപ്പം ഞങ്ങൾ പിരിയുന്ന കർത്താവെ, പിരിയാത്ത സ്ഥാനത്ത് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം എല്ലാം വേഷങ്ങളോട് കേൾക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.